ശ്രീ കെ ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി നമ്മളോടൊപ്പം ടെലിഫോൺ ഡയൽ ചെയ്യുന്നുണ്ട്. ശ്രീ കെ ജയകുമാർ, നമുക്ക് ഒരു നാടിനെ അങ്ങനെ തന്നെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ രണ്ട് പ്രദേശങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മനുഷ്യർക്ക് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട്. സാധാരണഗതിയിൽ CMDRFിനെതിരെയൊക്കെ വലിയ പ്രചാരണം ഉണ്ടായതുകൊണ്ട് അതിനെതിരെ നിയമ നടപടികൾ കൂടി ഉണ്ടാകുന്നത് കൊണ്ട് ചിലർ കാവ്യാത്മകമായൊക്കെ ഈ തട്ടാൻ തൊട്ടാൽ 10-8, സർക്കാർ തൊട്ടാൽ 10-1 എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നു. അത്രയുമെങ്കിലും അവിശ്വാസം ചെലുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന രീതിയിലൊക്കെ ഉള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അതായത് സർക്കാർ സംവിധാനത്തിൽ ഒരു ടൗൺഷിപ്പ് പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ പരമാവധി അവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും ചിലരുടെ താല്പര്യം. പക്ഷേ അങ്ങനെ ഒരു താല്പര്യം അവിടെ നിൽക്കുന്നു, അതിനെ നമ്മളെ ചെറുക്കേണ്ടതുണ്ട് എന്നത് ശരി. എന്നിരുന്നാലും ഒരു സംവിധാനത്തിലൂടെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വലിയ എഫോർട്ട് വേണ്ട ഒന്നാണ്, അതിന് ഇച്ഛാശക്തി വേണ്ട ഒന്നാണ്. എത്രത്തോളം കാര്യക്ഷമമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാകണം വയനാടിനെ പുനർനിർമ്മിക്കാൻ? ഞാനിതിനകത്തൊരു എക്സ്പെർട്ട് ഒന്നുമല്ല. ഞാനൊരു പത്രവായനക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും പഴയ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും ഞാനിതിനെ വളരെ വൈകാരികമായിട്ട് കൂടെ കാണുന്ന ഒരാളാണ്, ഒരു കവി എന്നുള്ള നിലയ്ക്ക് കൂടി. വാസ്തവത്തിൽ ഒരു നടുക്ക് ഒന്നും നമുക്ക് മാറിയിട്ടില്ല. ഇപ്പോ ഈ വിവാദങ്ങളും സർക്കാർ ചെയ്യുന്നത് ശരിയോ തെറ്റോ, ടൗൺഷിപ്പ് ശരിയോ തെറ്റോ, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വാസ്തവത്തില് കുറച്ച് പ്രിമച്യൂർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് ഒരു ആശയം മുമ്പോട്ട് വച്ചിരിക്കുന്നു. ആ ആശയത്തിന്റെ പിന്നിലുള്ള മനോഗതി എന്താണ്, അതിന്റെ ഒരു നല്ല ഉദ്ദേശം എന്താണ്, അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഉദ്ദേശത്തെ നമുക്ക് അത് വളരെ ക്രിയാത്മകമായിട്ട് കാണണം. എന്താണ് ഇപ്പൊ ഒരു ടൗൺഷിപ്പ്? ഞാനതിനെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതായിട്ട് പറയുകയല്ല. ഒരു ടൗൺഷിപ്പ് എന്ന് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എന്താണ്? സുരക്ഷിതമായിട്ടുള്ള ഒരിടം, എല്ലാ സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുത്തുകൊണ്ട് ഇനിയൊരു അപകടത്തിൽ ഇവർ പെടരുത് എന്നുള്ള വിചാരത്തിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ആവാസ കേന്ദ്രം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ഈ ടൗൺഷിപ്പ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടതുള്ളൂ. ആ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് വേറൊന്നാണ്. ഈ നമ്മൾ കേരളത്തിലുള്ളവരെ ഇപ്പോഴും ഈ ഒരു വലിയ വിപത്ത് കണ്ടിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള വിവേകം നമ്മുടെ വികസന പരിപാടികളുടെ അവിഭാജ്യ ഘടകമാക്കാൻ നമ്മളിപ്പോഴും സന്നദ്ധരാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഗവൺമെന്റ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഉടനെ അതിനെ എതിർക്കുന്നു, അതിനെ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതല്ല. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെ 100% നമ്മൾ മാനിക്കണം. ഇനി ഇവർക്കൊരു അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉദ്ദേശം വളരെ നല്ലത്. എന്നാൽ പൊതുസമൂഹത്തിന്റെ ഈ പരിസ്ഥിതിയോടുള്ള ഒരു സമീപനത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ പരിഹാര മാർഗങ്ങളെല്ലാം തന്നെ അർത്ഥമനസ്സോടുകൂടി ചെയ്യേണ്ടി വരുമോ എന്നൊരു സ്ഥിതി ഉണ്ടാകുമോ എന്നൊക്കെയാണ് എനിക്ക് ആശങ്ക. കാരണം ഇപ്പോഴും നമ്മൾ തൽക്കാലം പരിസ്ഥിതിയെ പറ്റി അനുകൂലം പറയുന്നുള്ളതേ ഉള്ളൂ. ഈ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ സ്വഭാവം നടക്കും. വികസനമാണെങ്കിൽ ഇത്തിരിയൊക്കെ വിട്ടുവീഴ്ച വേണ്ടേ എന്നൊക്കെയുള്ള നമ്മുടെ അത് പരിസ്ഥിതി ലോലമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിൽ എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പരിസ്ഥിതിക്കാണോ, വികസനത്തിനാണോ, നമ്മൾ പരമ്പരാഗതമായ വികസനത്തിനാണോ? ഇത്തരം കാര്യങ്ങളിൽ ഈ പൊതുസമൂഹത്തിൽ വ്യക്തത ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഉള്ള കാര്യമാണെങ്കിൽ പോലും വയനാട് പോലെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇനി മനുഷ്യജീവൻ ഉരുതി കൊടുക്കാൻ സാധ്യമല്ല. ഇവിടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു വികസന സമീപനം തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് പൊതുസമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കാൻ കൂടി നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചർച്ചയുടെ ഫോക്കസ് മാറ്റി ഗവൺമെന്റ് ടൗൺഷിപ്പ് കെട്ടണമോ അതോ സ്വകാര്യ മേഖല ഏൽപ്പിക്കണമോ, NGO ഏൽപ്പിക്കണോ, ഇതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചർച്ചയാണ്. ഗവൺമെന്റിന്റെ നല്ല ഉദ്ദേശത്തിൽ നമുക്ക് മാനിക്കുക, അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ പറയുക. ആ പോരായ്മകളുടെ ഭാഗത്താണ് ഞാൻ പറയുന്നത് പരിസ്ഥിതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് നമ്മൾ എല്ലാവരും കൂട്ടുനിൽക്കുകയും സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ചില തെറ്റായ ആശയങ്ങളെ തിരുത്താൻ ഈ ഒരു സന്ദർഭമെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളതൊരു അപരാധമായിരിക്കും ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഒറ്റ കാര്യം കൂടി ശ്രീ കെ ജയകുമാർ, അതായത് ഇപ്പോൾ ഈ ഭാഗത്ത് ദുരിതം അനുഭവിച്ചവർക്ക് ഒന്നുമില്ലാതെ പോയവരെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടേക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നു. ശ്രീ ജി വിജയരാഘവൻ നേരത്തെ പറയുകയായിരുന്നു, ഇത്തരത്തിലുള്ള സാധ്യതകളുള്ള പരിസ്ഥിതി ലോല മേഖലകളിൽ ജീവിക്കുന്ന ആളുകളെ കൂടി അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കൂടി ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് നമുക്ക് നമ്മുടെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങൾ അതിനോട് എത്രത്തോളം പോസിറ്റീവായി ഒരു സമീപനം ഉണ്ടാകും? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വലിയ ദുരന്തത്തിൽ പോലും നമ്മൾ ശീലിച്ചു പോയിട്ടുള്ള തെറ്റായ ആശയങ്ങൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മളൊരു പരിഷ്കൃത ജനത എന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? പ്രകൃതി ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് മുന്നറിയിപ്പ് തരേണ്ടത്? ഇനിയൊരു ചൂരൽമല ഉണ്ടായിട്ട് ഇനി നമ്മൾ അവരെ പുനരധിവസിപ്പിക്കുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അതൊരു വിജയരാഘവൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്.
ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിക്കാനുള്ള ഒരു വലിയ പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആ സ്ഥലങ്ങൾ അങ്ങനെ തന്നെ അത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. പ്രകൃതി സ്വാഭാവികമായിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊള്ളും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ആശയഗതിയിലുള്ള വലിയ ഒരു വ്യതിയാനം കേരളത്തിൽ ഉണ്ടാകണം. അതിനെങ്കിലും ഈ പ്രകൃതി വിനാശം അല്ലെങ്കിൽ ഈ ജീവനാശം കൊണ്ട് നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ ജയകുമാർ സംസാരിച്ചതിന്. ഇത്തരത്തിലുള്ള ചർച്ചകൾ പല അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഒരഭിപ്രായം ഒരു വശത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങൾ മറ്റു വശങ്ങളിൽ നിന്ന് ഉയർന്നു വരും. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ അവയെല്ലാം കൂടി ചേർന്ന് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ക്രിയാത്മകമായി ഒരു അഭിപ്രായ സ്വരൂപണത്തിലേക്ക് എങ്ങനെ ചെന്ന് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.